കലയെ സംബന്ധിച്ച് പറയുമ്പോൾ ജനിച്ചു കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യനും ഏത് കലയായാലും ജന്മന ഉണ്ടാകും. അത് അത്യാവശ്യമാണ്. അത് വളർത്തിക്കൊണ്ട് ജീവിതം കൊണ്ടുപോവുക. കലയില്ലെങ്കിൽ ജീവിക്കാൻ സാധിക്കുമെങ്കിലും പക്ഷേ കല മനുഷ്യൻ്റെ മനസ്സിന് ഏറ്റവും ആഹ്ലാദം തരുന്ന ഒരു സംഭവമാണ്. അത് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. ഏത് രാജ്യത്തായാലും ആ രാജ്യത്തിൻ്റേതായ തനതായ സാംസ്കാരിക രംഗങ്ങളും കലകളൊക്കെ ഉണ്ടാവും. കഥകളെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു കാലഘട്ടത്തിൽ ഇത് അന്യം നിന്ന് പോകുന്നൊരു കാലഘട്ടമായിരുന്നു. കാരണം അത് കൊണ്ടു നടന്നിരുന്നതായ നമ്പൂരി കുടുംബങ്ങൾക്ക് അത് കൊണ്ടു നടത്താൻ സാധിക്കാണ്ട് വന്നു. അങ്ങനെ വന്നപ്പോൾ ഈ കലകളെ രക്ഷിക്കുക എന്നുള്ളത് സ്ഥാപനങ്ങളുടെ കടമയായി. സ്ഥാപനങ്ങളുടെ പിന്നെ കൂട്ടായ്മകളുടെ സംഘടനകളുടെ ഭാരമായിരുന്നു. അതുകൊണ്ടാണ് ആ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും അശാന്ത ശ്രമം കൊണ്ടാണ് ഇത്രയും പ്രശസ്തി വരാൻ കാരണം. നമ്മുടെ കേരളത്തിലെ ജീവിതമാർഗ്ഗമാണ് ഏറ്റവും എല്ലാവരുടെയും മനസ്സിൽ നിൽക്കുന്ന ഒരു സംഭവം. ഏതൊരച്ഛനും ആദ്യം പറയുക ഒരു കുട്ടിയെ സംബന്ധിച്ച് അവൻ്റെ ജീവിതമാർഗ്ഗമാണ്. അങ്ങനെ നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ കഴിയാണ്ട് നമ്മുടെ നല്ലതായ കേരളത്തിൽ ജീവിക്കാൻ സാധിക്കാറുണ്ട്. മറുനാട്ടിൽ ഈ പൂഴിമണലിലേക്ക് പോരുന്നത് ജീവിതത്തിന് വേണ്ടിയിട്ടാണ്. അവരെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മുടെ നാട്ടിൻ്റെ നമ്മുടെ നാടിന് മാത്രം സ്വന്തമായിട്ടുള്ള കലകൾ കാണാൻ മോഹമുണ്ട്. പക്ഷെ സാധിക്കുന്നില്ല. പക്ഷെ അത് അവിടെ വന്ന് ലീവിൽ വരുമ്പോഴും അവിടെ കാണാനുള്ള അവസരങ്ങളും ഉണ്ടാവില്ല. പക്ഷെ അത് ഇവിടെ ലീവിന് പോകാണ്ട് ഇവിടെ തന്നെ അത് കാണിച്ച് അവരുടെ മനസ്സിൻ്റെ സന്തോഷം ഉണ്ടാക്കുക എന്നുള്ളത് വളരെ നല്ലതായുള്ളൊരു, എനിക്ക് വളരെ ഈ ദുബായ് ഈ ഫെസ്റ്റിവൽ നടത്തുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന് ഇവിടെ എടുക്കുന്ന മലയാളികളെ സംബന്ധിച്ച് ഏറ്റവും ആഹ്ലാദമാണ് എൻ്റെ സംരംഭം. അതും മറ്റൊന്ന് പറയാ, അവിടെയുള്ള കലാകാരന്മാർക്ക് ഇവിടെ വന്ന് ഇവിടെയുള്ള മലയാളികളെ കാണാനും ഒരു സൗഹൃദം പുലർത്തി പോകാനും ഇത്രയും സൗഹാർദ്ദം നമ്മുടെ നാട്ടിൽ കളിക്കുമ്പോൾ കിട്ടും തോന്നിയില്ല. അത് നാട്ടിൽ കുറഞ്ഞു വരിക. നാട്ടിൽ പുല്ലരും വരെയുള്ള പരിപാടികളാകുമ്പോൾ ആളില്ല, അങ്ങനെയൊക്കെ കുറഞ്ഞു വരും. അപ്പോൾ ഇവിടെ വളരെ നന്നായിട്ട് വരുന്നുണ്ട്. അത് വളരെ വളരെ സന്തോഷമായിട്ട് തോന്നുന്നുണ്ട്. ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ഈ തിരനോട്ടം പരിപാടിയിലേക്ക് വരുന്നത്. 5ാമത്തെ വർഷമാണ് എന്ന് പറഞ്ഞു. എൻ്റെ അനുഭവത്തിൽ എൻ്റെ ഒരു അനുഭവം പറയാച്ചാൽ കഥകളിക്ക് ഏറ്റവും പ്രശസ്തി ഉണ്ടാക്കുന്ന രാജ്യം പാരീസാണ്. പാരീസിലാണ് ഇതുപോലുള്ള കലാപരിപാടി, കൂടിയാട്ടമായാലും കഥകളിയായാലും ചെണ്ടമേളായാലും കൂടുതൽ വിളിച്ചാവുന്ന പരിപാടി ഇങ്ങനെ നടത്തുന്നത് പാരീസിലാണ്. ഫുൾ നൈറ്റ് കളിയുണ്ട്. ഫ്രണ്ട്സ് ഗവൺമെൻറ്റാണ് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ ലോകത്തിൽ വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് ഈ ഗൾഫിൽ ഇവിടെയാണ് ഈ തിരനോട്ടം അതിൽ മുൻകൈ എടുത്തു എന്നുള്ളത് ഒരു നല്ല വിജയം തന്നെയാണ്. അത് ഈ കലാകാരന്മാരെ ജീവിതത്തിന് രക്ഷിക്കുന്നത് പോലെ തന്നെ കലയും രക്ഷിച്ചു എന്ന് ഞാൻ പറയാം. ഇത് ഇങ്ങനെ പരിപാടികളും ഉണ്ടായാലും ഇത് നിലനിൽക്കും. ഇതിന് തുടർന്ന് കൂടി വരണം എന്നുള്ള അതാണ്. പരിപാടികളെ സംബന്ധിച്ച് തിരനോട്ടം ഭാരവാഹികൾ ഷെഡ്യൂളിട്ട ഈ കലകളിലൂടെ ഈ ഷെഡ്യൂളിനെ സംബന്ധിച്ച് എനിക്കിപ്പോൾ വലിയ കൂടുതലായിട്ടൊന്നും അഭിപ്രായം പറയാനില്ല. കാരണം എന്താ വെച്ചാൽ അത് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഒരു ചട്ടക്കൂടിനുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ടാണ് ഇവർ നിശ്ചയിച്ചത്. അതുകൊണ്ടാണ് ഒരു ദിവസം കുറയിലും അതിപ്പോൾ നമുക്ക് പറയാൻ പറ്റുക. അതായത് നമുക്ക് സ്വാതന്ത്ര്യമില്ലാത്ത നാട്ടിലാണ് ഇത്രയും ഒരു ഷെഡ്യൂളിട്ട് ചെയ്യുന്നതിനുള്ളൊരു അത് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് എനിക്കത് അത് നിങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് മാറ്റം വരുത്തേണ്ട കാര്യമൊന്നുമില്ല. കഴിയുന്നതും ഈ കാലത്ത് മുതലുള്ള പരിപാടി എന്നുള്ളത് മാറ്റിയിട്ട് ദിവസം കൂട്ടിയിട്ട് ഉച്ചയ്ക്ക് ശേഷമായാൽ ആൾക്കാർ വരുമോ എന്നുള്ളൊരു ചിന്തിച്ചാൽ
ഈ കാലത്ത് നടക്കുന്ന പരിപാടിയുടെ ജനങ്ങളുടെ പങ്കാളിത്തത്തിൻ്റെ കുറവ് നികത്താൻ സാധിക്കുമെന്നൊരു പരീക്ഷണം ചെയ്യാം. പക്ഷേ അതുപോലെ എല്ലാവരും ജോലിക്കാരാണ്, അവർക്ക് വൈകുന്നേരം വരണം, അതും പരിഗണിക്കുക. അത് ഒരു അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ. ദിവസം കൂട്ടിയാലും കുഴപ്പമില്ല, കാണാൻ സാധിക്കുകയും ഈ ആസ്വാദകർ വരുമെങ്കിൽ ഒരു അഭിപ്രായം എനിക്ക് തോന്നി. രണ്ട് കാര്യം എന്ന് വെച്ചാൽ കലാകാരന്മാർക്കും നടത്തിപ്പുകാർക്കും ഒരു വിശ്രമത്തിനുള്ള സമയം കൂടി കിട്ടും. വിശ്രമമില്ലാത്ത ഒരു ഓട്ടാണ് സംഘാടകർ ചെയ്യുന്നത്. അത് ഭയങ്കര ഒരു കടുപ്പം. കലയുടെ നിലവാരം പുലർത്തുന്നത് രണ്ടു കൂട്ടക്കാരുടെയും ബാധ്യതയാണ്. കലാകാരൻ്റെയും അതുപോലെ തന്നെ ആസ്വാദകരെയും. രണ്ടുപേരും ഒരു കൂട്ടായ്മയോട് കൂടിയിട്ട് പോയെങ്കിൽ മാത്രമേ ഇതിൻ്റെ നിലവാരം ഉയരുള്ളൂ. രണ്ടുപേരും അതിന് മുഖ്യ പങ്ക് വഹിക്കണം. അത് ആസ്വാദനം വളർത്തണം. കലാകാരൻ ആസ്വദിച്ച് കഴിഞ്ഞാൽ അത് ആസ്വാദകർ ആസ്വദിക്കണം. ആസ്വാദകൻ അത് നല്ല നിലയ്ക്ക് ആസ്വദിച്ചും കൊണ്ട് വിമർശനമായി തരും. ആസ്വാദകൻ ആസ്വദിക്കാനേ പാടുള്ളൂ, വിമർശനത്തിലേക്ക് പോകരുത്. അതാണ് ഏറ്റവും ആസ്വാദനെ സംബന്ധിച്ച് എനിക്ക് പറയുന്നത്. കുറേ പഠിച്ചു കഴിയുമ്പോഴേക്കും ആസ്വാദകരെ സംബന്ധിച്ച് ഒരുപാട് വരുന്ന നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്നത് എന്താ വെച്ചാൽ കുറേ മനസ്സിലായി വിമർശനക്കാരാവും. വിമർശനക്കാരനെ സംബന്ധിച്ച് ഈ കലയെ നശിപ്പിക്കുക ചെയ്യുന്നത്. കലാകാരനെ വ്യക്തിപരമായിട്ടുള്ള പത്രമാധ്യമങ്ങൾക്കുള്ള വിമർശനം അത് ഈ കലയെ ചൂഷണം ചെയ്യുകയാണ്, കലയെ നശിപ്പിക്കുകയാണ്. വ്യക്തിപര്യാഗം അങ്ങനെ ഒരു നമ്മുടെ നാട്ടിൽ. അതുപോലെ അവർ ആസ്വാദകനെ സംബന്ധിച്ച് അത് വളർത്താനുള്ളതും കലാകാരനെ വളർത്താനും കലയെ വളർത്താനുള്ള ഒരു മനസ്ഥിതി കൂടി വേണം ആസ്വാദകൻ പോകാൻ. അതേസമയം കലാകാരൻ തൻ്റെ കല വളരാൻ ആസ്വാദകൻ്റെ പക്ഷത്തു നിന്നുള്ള അഭിപ്രായങ്ങൾ അറിഞ്ഞുകൊണ്ട് തൻ്റെ കോട്ടങ്ങളൊക്കെ തീർത്ത് നല്ല നിലയ്ക്ക് കൊണ്ടുപോകാനുള്ള ഒരു റിലേഷൻഷിപ്പ് പുലർത്തിയും കൊണ്ട് വേണം കലാകാരനും പോകാൻ.